ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു പെപ്പർ ഹട്ട്. ഇന്നത്തെ റെസിപ്പി ഒരു ഇറ്റാലിയൻ ഡ്രിങ്കായ കാപ്പിച്ചിനോയാണ്. കോഫി മേക്കർ ഒന്നും ഇല്ലാതെ തന്നെ അതേ ടേസ്റ്റിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായി ആദ്യം കോഫി പൗഡറും പഞ്ചസാരയും വെള്ളവും ചേർത്ത് ഒരു ക്രീം ഉണ്ടാക്കണം. അപ്പോൾ ഈ ക്രീം ഉണ്ടാക്കാനായി ഞാനിവിടെ ഇവ മൂന്ന് ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തുള്ളത്. പിന്നെ കോഫി പൗഡർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ്രൂ, നെസ്കഫെ പോലുള്ള നല്ല പൊടികൾ എടുക്കുക, നാടൻ എടുക്കരുത്. നാടനാണ് എടുക്കുന്നതെങ്കിൽ ആ കറക്റ്റ് ടേസ്റ്റും പെർഫെക്ഷനൊന്നും കിട്ടുന്നുണ്ടാവില്ല. പിന്നെ ബ്രൂ വാങ്ങിക്കുമ്പോൾ തന്നെ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലോക്കൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒറിജിനൽ നോക്കിയിട്ട് തന്നെ വാങ്ങിക്കുക. പിന്നെ നമ്മൾ ക്രീമിന് വേണ്ടി എടുത്തിട്ടുള്ള പഞ്ചസാരയും കോഫി പൗഡറും വെള്ളവും 3 ടേബിൾ സ്പൂൺ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. പക്ഷേ മൂന്നും ഒരേ അളവായിരിക്കണം എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത്ര എടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇവ മൂന്നും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ബീറ്റർ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. ബീറ്റർ ആകുമ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ ആ ക്രീം പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബീറ്റർ തന്നെ വേണം. ഇനി ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിലും ചെയ്യുക. ഒരു സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്താലും മതി. കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള വെള്ളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് നല്ല ലൂസായിട്ട് പോകും. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചിട്ട് പിന്നെ കുറച്ചും കൂടെ ഒഴിക്കുക. അങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോഴാണ് സ്പൂൺ വെച്ചിട്ടും വിസ്ക് വെച്ചിട്ടൊക്കെ ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ബീറ്റ് ചെയ്യാനെടുക്കുന്ന പാത്രം ഇതുപോലെയുള്ള പരന്ന പാത്രം എടുക്കണ്ട കേട്ടോ. കുറച്ച് കുഴിയുള്ള ഒരു ചെറിയ പാത്രമോ അല്ലെങ്കിൽ വീതിയുള്ളൊരു കപ്പായാലും മതി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ബീറ്റ് ചെയ്ത് കിട്ടും. ഇനി ക്രീം കുറച്ച് കൂടുതൽ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു നല്ല അടപ്പുള്ളൊരു പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 ആഴ്ചയൊക്കെ കേടുകൂടാതെ നിൽക്കും. 3-4 ആഴ്ചയൊക്കെ കേടുകൂടാതെ നിൽക്കും. അപ്പോൾ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് പാലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ഒരു കാപ്പിച്ചിനോ അവർക്ക് കൊടുക്കാനും പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ ക്രീം കളറൊക്കെ മാറി നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ സെർവ് ചെയ്യാൻ നോക്കാം. ഇനിയൊരു പാത്രത്തിൽ പാല് തിളപ്പിക്കാൻ വെക്കണം. പാലിന് പ്രത്യേക ഒരളവൊന്നുമില്ല. നിങ്ങൾ എത്രയാണ് കാപ്പിച്ചിനോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് പാല് വെക്കാം. ഞാനിവിടെ പാല് മാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. പക്ഷേ വെള്ളം കൂടി പോവരുത്. ഒരു ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസിൻ്റെ താഴെയായിട്ടൊക്കെ വെള്ളം എടുത്താൽ മതി. കൂടുതലൊന്നും എടുക്കരുത്. ആ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടില്ല വെള്ളം കൂടിപ്പോയാൽ. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ക്രീമിൽ കുറച്ച് മധുരം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ബാലൻസ് ചെയ്തിട്ട് പാലിൽ മധുരം ഇട്ട് കൊടുത്താൽ മതി. 1 കപ്പിന് 2 ടീസ്പൂൺ പഞ്ചസാരയൊക്കെ മതിയാവും. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് കാപ്പിച്ചിനോ ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ ക്രീം എടുത്ത് കപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ചൂടുള്ള പാല് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കണം. പതുക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇവ രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഭയങ്കരമായിട്ട് ഇളക്കരുത്. പതുക്കെ ചെയ്താൽ മതി. ഇനി സ്ട്രോങ് കുറവാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് കുറച്ചും കൂടെ ക്രീം എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സ്ട്രോങ് കുറച്ച് കൂടിപ്പോയി തോന്നുകയാണെങ്കിൽ പാലും ചേർത്ത് കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാപ്പിച്ചിനോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. സാധാ കോഫി കുടിക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.